ഹലോ ഗൈസ്, മുത്തുമണികളെ, എൻ്റെ പൊന്നാര മാണിക്കക്കല്ലുകളെ, ഞാനിവിടെ ഇവിടെ 4 കിലോ പൂളക്കേങ്ങ് വാങ്ങിയിട്ടുണ്ട്. തൊലി കളഞ്ഞ് കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതേപോലെ കഴുകിയിട്ട് വെച്ച എത്ര കാലം വേണമെങ്കിലും ഫ്രീസറിൽ വെച്ചാൽ ഇരിക്കും. ഈ കീസയിലാക്കി ഇങ്ങനെ ഓരോ കീസയിലാക്കി വെച്ചാൽ എത്ര കാലം വേണമെങ്കിൽ നമുക്ക് പൂളക്കേങ്ങ് ഇരിക്കും. എത്ര കാലം വേണമെങ്കിൽ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഇരിക്കും. ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഓരോ കീസെടുത്ത് വെള്ളത്തിലേക്ക് ഇടുക, വെക്കുക. എന്ത് വേണമെങ്കിലും വെക്കാം. പുഴുങ്ങിയ അപ്പോഴേ നമ്മൾ വാങ്ങിക്കൊടുന്ന പൂളക്കേങ്ങ് പുഴുങ്ങിയമാരുണ്ടാവും. നമ്മൾ ഫ്രഷായ പൂളക്കേങ്ങ് നമുക്ക് വെച്ച പോലെ ഉണ്ടാവും. ഇതേപോലെ ഫ്രീസറിൽ വെച്ചാൽ സൂക്ഷിച്ച് വെച്ചാൽ ഇതാ പൂളക്കേങ്ങ് ഇതേപോലെ കീസയിലാക്കി വെക്കുക. ഓരോ കീസയിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതേപോലെ ഓരോ കീസെടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. കൂട്ടാൻ വെക്കണമെങ്കിൽ വെക്കുക, ഇറച്ചി പുളി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക, മത്തിക്കറിയും പൂളക്കേങ്ങ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക, വെറും പുഴുങ്ങിയിട്ട് സമ്മന്തി ഇറച്ചി കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വെച്ച് നോക്കിയേക്കും. അപ്പോൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഫ്രീസറിൽ ഇതേപോലെ വെക്കണിട്ടില്ലേ? ഫ്രീസറിൽ വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോ കീസെടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. ആവശ്യമുള്ളപ്പോൾ അത് തണുപ്പ് പോയിട്ട് പുഴുങ്ങുക. അപ്പോഴൊക്കെ നമ്മൾ ഫ്രഷായ പൂളക്കേങ്ങ് വാങ്ങിയിട്ട് പുഴുങ്ങണ ആ രുചി രസം കിട്ടും നമുക്ക്. ഓക്കെ.